IPSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 165/2024. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണിത്? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ് ഇത്? ഉത്തരം ഓപ്ഷൻ സി, വില്യം ബെൻഡിക് പ്രഭു. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. അത് ശരിയാണ്. 2. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. അത് തെറ്റാണ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലായിരുന്നു സ്വാതന്ത്ര്യ സമര നായിക. 3. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അതും തെറ്റാണ്. ഫൈസാബാദ് കേന്ദ്രമാക്കിയാണ് മൗലവി അഹമ്മദുള്ള. ഇതിലെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി, 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, അലിഗഡ് പ്രസ്ഥാനം. അഞ്ചാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതാണ്? രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏത്? അമൃത് ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്തുൽ അക്ബർ, സമ്പാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ മിറാത്തുൽ അക്ബർ, സമ്പാദ് കൗമുദിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അമൃത് ബസാർ പത്രിക സിസിർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ആറാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഏഴാമത്തെ ചോദ്യം, 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം എന്താണ്? 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം എന്ത്? 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. എട്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, പാലക്കാട്. ഒൻപതാമത്തെ ചോദ്യം, ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വൈക്കം സത്യാഗ്രഹം. പത്താമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 11ഉം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. 12ാമത്തെ ചോദ്യം, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഇറ്റലി. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? തന്നിരിക്കുന്നത് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം, സഞ്ചരിക്കാനുള്ള അവകാശം, ഭാഷ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 24. 15ാമത്തെ ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. 18ാമത്തെ ചോദ്യം, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സാശ്രയത്വം. 19ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 1ഉം 2ഉം 3ഉം. സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം. 20ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 21, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഗഗൻയാൻ. 22ാമത്തെ ചോദ്യം, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഓപ്പറേഷൻ സഫേദ് സാഗർ. 23ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? മനു ബാക്കർ. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, കൊൽക്കത്ത. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, കാരക്കോറം. 26ാമത്തെ ചോദ്യം, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ എ, ഇരുമ്പ്. 27ാമത്തെ ചോദ്യം, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ സി, ഗോദാവരി. 28ാമത്തെ ചോദ്യം, പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏത്? പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 2003. 29ാമത്തെ ചോദ്യം, ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 30ാമത്തെ ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി. 31ാമത്തെ ചോദ്യം, 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, മമ്മൂട്ടി. 32ാമത്തെ ചോദ്യം, 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഓസ്ട്രേലിയ. 33ാമത്തെ ചോദ്യം, കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ, പത്തനംതിട്ട. 34ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി 2018. 35ാമത്തെ ചോദ്യം, റാം C.O. ആനന്ദി എന്ന അഖിൽ P. ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആരാണ്? റാം C.O. ആനന്ദി എന്ന അഖിൽ P. ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, സുമതി. 36ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ സി 30%. 37ാമത്തെ ചോദ്യം, കേരളത്തിൽ ശതമാനമടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ശതമാനമടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി വയനാട്. 38ാമത്തെ ചോദ്യം, പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴ. 39ാമത്തെ ചോദ്യം, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. എ റീഡ് തവളകൾ കക്കയം വന്യജീവി സങ്കേതത്തിലാണ്. ബി ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിലാണ്. വരയാട് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. 2 ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ്, അതും ശരിയാണ്. 3 ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോളാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിൻ്റാണ്, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 42ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി, അത് തെറ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. 2 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്, അത് ശരിയാണ്. 3 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ, അതും തെറ്റാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. 4 ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ, അതും ശരിയാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 43ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം വരുന്നത് 244 കിലോമീറ്റർ ആണ്, ഇതിൽ ഇല്ല. 44ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, അത് തെറ്റാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ്, അത് ശരിയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭയാണ്, അത് തെറ്റാണ്. ലോക്സഭ സ്പീക്കറാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു, അതും ശരിയാണ്. ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചത്. 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 45ാമത്തേത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 46 ചേരുംപടി ചേർക്കുക. രചയിതാക്കളും കൃതികളുമാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കുക. 1 വരാഹമിഹിരൻ ലഘുജാതകം, കാളിദാസൻ വിക്രമോർ വശീയം, വിശാഖദത്തൻ മുദ്രരാക്ഷസം, ശുദ്രകൻ മൃക്ഷഘടികം, അതാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 47ാമത്തെ ചോദ്യം, കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ PSLV C-57. 48ാമത്തെ ചോദ്യം,
സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി അഗസ്റ്റ് കോംതെ. 49ാമത്തെ ചോദ്യം, 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക. 50ാമത്തെ ചോദ്യം, മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നാണ് 2023 ലോക ഡാഷ് ദിനം സന്ദേശം. ഏതാണ് ആ ദിനം? ഉത്തരം ഓപ്ഷൻ സി ആണ് മണ്ണ് ദിനം. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നാണ് 2023 ലോക മണ്ണ് ദിന സന്ദേശം. 51ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗൽ. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. 52ാമത്തെ ചോദ്യം, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ. 53ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആഹാരത്തിൽ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. അത് ശരിയാണ്. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗമാണ്. ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 54ാമത്തെ ചോദ്യം, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ എ. 55ാമത്തെ ചോദ്യം, അത് ക്യാൻസൽ ചെയ്തതാണ്. 56 ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1988. 57ാമത്തെ ചോദ്യം, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ IUCN. 58ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സൗദി അറേബ്യ. 59ാമത്തെ ചോദ്യം, രാജ്യത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ്? രാജ്യത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി സിഗ്. 60ാമത്തെ ചോദ്യം, നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. കറിയുപ്പിൻ്റെ രാസനാമം. ഉത്തരം ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. 61ാമത്തെ ചോദ്യം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം എന്താണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ എ രാസോർജം. 62ാമത്തെ ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്ര? ഉത്തരം ഓപ്ഷൻ സി 20 ഹെർട്സിനും 20,000 ഹെർട്സിന് ഇടയിൽ. 63ാമത്തെ ചോദ്യം, എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. അത് ശരിയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവരായിരിക്കും. അതും ശരിയാണ്. 3 രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതും ശരിയാണ്. 4 രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിക്കപ്പെടുന്നുമില്ല. അതും ശരിയാണ്. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 64ാമത്തെ ചോദ്യം, എല്ലാ ധാതുക്കളും അയിരാണ്. അത് തെറ്റാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അത് ശരിയാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. അതും തെറ്റാണ്. മുകളിലെ പ്രസ്താവനകളിൽ ഉത്തരം ഓപ്ഷൻ എ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്.
65-ാമത്തെ ചോദ്യം 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ത്? ഉത്തരം ഓപ്ഷൻ എ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 66-ാമത്തെ ചോദ്യം 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി 3 പേർക്ക് ലഭിച്ചു. മൗങ്കി ബാവെൻഡി, ലൂയി ബ്രൂസ്, അലക്സി എക്കിമോവ് എന്നിവർക്കാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. 67-ാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി കരൾ. 68-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മലമ്പനി. 69-ാമത്തെ ചോദ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി ഫൈബ്രിനോജൻ. 70-ാമത്തെ ചോദ്യം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി EEG. 71-ാമത്തെ ചോദ്യം രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ കർസാപ്പ്. 72-ാമത്തെ ചോദ്യം സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മാറ്റ. 73-ാമത്തെ ചോദ്യം അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൗലേറി. 74-ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 75 ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പ്ലൂറ. 76-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 2 അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. 4 പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു. അതും ശരിയാണ്. 77-ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ബയോ റിസർവ് നാച്ചുറൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നിലമ്പൂർ. 78-ാമത്തെ ചോദ്യം ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ എ എംപോക്സ്. 79-ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആസാം. 80-ാമത്തെ ചോദ്യം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ്. ഈ വീഡിയോയിൽ 80 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.